യെസ്, അങ്ങനെ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ അതിൽ സുപ്രധാനമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് വോട്ട് കൊള്ളയിൽ രാജ്യത്തെ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർണാടകയിലെ ക്രമക്കേടിൽ പശ്ചിമബംഗാൾ സ്വദേശി ബാപ്പി ആദ്യയെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2023 അലന്ത് മണ്ഡലത്തിലെ വോട്ടുകൾ വെട്ടിമാറ്റി എന്ന കേസിലാണ് അറസ്റ്റ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന BR പാട്ടീലിന്റെ പരാതിയിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. ഷഫീഖ് നസ്രുല്ല വിവരങ്ങൾ നൽകും. ഷഫീഖ്, രാജ്യത്തെ തന്നെ ആദ്യത്തെ അറസ്റ്റാണ് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്നുള്ള പ്രത്യേകതയുണ്ട്. എന്താണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം? എങ്ങനെയാണ് ഈ കേസുമായി ഇയാൾക്കുള്ള ബന്ധം? നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ വോട്ട് ഒഴിവാക്കുന്നതിനു വേണ്ടി നിരവധി വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ ഇയാൾ കൽബുർഗിയിലെ ഡാറ്റാ സെന്ററിൽ അപേക്ഷ നൽകിയതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. അതിനെ തുടർന്ന് വ്യാജ വോട്ടർ തിരിച്ചറിയൽ കാർഡുകളും ഫോൺ നമ്പറുകളും ഉപയോഗിച്ചാണ് ഇയാൾ നിയമവിരുദ്ധമായി വോട്ടർ പട്ടികയിൽ പേര് നീക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ കയറിയത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സേവനത്തിനും OTP സ്വീകരിച്ച് ആ OTP ഡാറ്റാ സെന്ററിൽ എത്തിക്കുകയും ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഈ OTP കൈമാറ്റത്തിന് ഡാറ്റാ സെന്ററിൽ നിന്ന് 700 രൂപ വീതം, ഓരോ OTPക്കും 700 രൂപ വീതം ഇയാൾ കൈപ്പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അക്കൗണ്ട് രേഖകൾ പരിശോധിച്ചാണ് ആദ്യമായി ഇയാളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ഈ ഡാറ്റ നൽകി OTP നൽകിയതിന് ശേഷം ഡാറ്റാ സെന്ററിൽ നിന്ന് ഓരോ OTPക്കും 700 രൂപ വീതം ഇദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ പരിശോധിച്ചാണ് ഈ പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അന്വേഷണ സംഘം അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് ബംഗളൂരുവിലെത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തുന്നതോടുകൂടി ഇതിൻ്റെ പിന്നാലെയുള്ള സംഘത്തെയാകെ പിടികൂടാനാവും എന്നാണ് പോലീസ് പറയുന്നത്. ഇദ്ദേഹത്തിൽ നിന്ന് ഒരു ലാപ്ടോപ്പും മൊബൈൽ ഫോണും കണ്ടെത്തി. അത് പരിശോധിച്ച് അതിൽ കൂടുതൽ ഡാറ്റകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. 75 ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇങ്ങനെ OTP സ്വീകരിച്ചിട്ടുള്ളത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സേവനങ്ങൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന 75 ഫോൺ നമ്പറുകൾ ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ആ 75 ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് ഈ ഡാറ്റകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി OTP സ്വീകരിച്ചിരിക്കുന്നത്. ഈ 75 ഫോൺ നമ്പറുകളും രാജ്യത്തിന്റെ വിവിധ 17 സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറുകളാണ്. ഇതിൽ മഹാഭൂരിഭാഗം ആളുകൾക്കും ഈ ഫോൺ നമ്പർ ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്ന വിവരം അറിയില്ലായിരുന്നു. അവർ അറിഞ്ഞിട്ടില്ല, അതിൻ്റെ ഉടമകൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടില്ല. അങ്ങനെ രാജ്യത്തിൻ്റെ 17 സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 75 ഫോൺ നമ്പറുകളിലൂടെ ഈ OTP അയച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ OTP സേവനങ്ങൾക്കും OTP നൽകുമ്പോൾ ഡാറ്റാ സെന്ററിൽ നിന്ന് ഇദ്ദേഹം പണം സ്വീകരിക്കും. അങ്ങനെ പണം സ്വീകരിച്ചതിൻ്റെ രേഖകളിലൂടെയാണ് ഈ പ്രതിയിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞത്. പ്രതി ഉപയോഗിച്ച ലാപ്ടോപ്പും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകളും ഇപ്പോൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശാസ്ത്രീയമായ പരിശോധനയിലൂടെയാണ് ഇതിൽ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ ഗൂഢാലോചനയടക്കം തെളിവുകൾ ലഭ്യമാവുകയുള്ളൂ. ഇദ്ദേഹത്തെ 14 ദിവസത്തേക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ഒരു മൊബൈൽ കടയിൽ മൊബൈൽ റിപ്പയർ ചെയ്യുന്ന ജോലിയാണ് ഇയാൾ എടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല അവഗാഹമുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇദ്ദേഹം കൽബുർഗിയിലുള്ള ഒരു ഡാറ്റാ സെന്ററിലേക്ക് അപേക്ഷ നൽകുകയും ആ ഡാറ്റാ സെന്ററിൽ ഈ വോട്ടുകൾ ഒഴിവാക്കുന്നതിന് OTP ആവശ്യമുണ്ട്. ആ OTPകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് ഒഴിവാക്കാൻ ഓരോ OTPക്കും 700 രൂപ എന്ന നിരക്കിൽ പണം ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്.